അന്തർദേശീയ മാർക്കറ്റുകളിൽ നിന്ന് ലക്കും ലഗാനുമില്ലാതെ ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ റബ്ബർ വിലയിടിവിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത്. ആ വിഷയത്തിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ആ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച് ഞാൻ തിരിച്ചു വരുന്നത്. സ്വാഭാവികമായും ആ കാഴ്ചപ്പാടിലാണ് സജി മഞ്ഞക്കടമ്പനുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുകയും IITCയുടെ ദേശീയ നേതൃത്വവുമായി സജിയെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ശക്തമായ നിലപാട് IITC ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്യും എന്നവർ ഉറപ്പ് നൽകിയത്. അതുതന്നെ മിനിയാന്ന് മഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ഡെലിഗേറ്റ് മീറ്റ്സിൽ ഡെറിക് ഒബ്രിയാനും അതുപോലെ തന്നെ മഹുവ മൈത്രയും വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന, കേരളം നേരിടുന്ന കർഷകരുടെ വിഷയങ്ങൾ, വന്യജീവികളുടെ വിഷയങ്ങൾ അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സജി മഞ്ഞക്കടമ്പിലും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനത്തെ 14 ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും പ്രവർത്തകരും ഒരുമിച്ച് AITCയിൽ തൃണമൂലിൽ ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് പത്രമാധ്യമ പ്രവർത്തകരെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നത് സജി മഞ്ഞക്കടമ്പിന് പുറമെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാനാണ് സജി മഞ്ഞക്കടമ്പിൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പിന്നീട് വർക്കിംഗ് ചെയർമാനാണ് ഡോക്ടർ ദിനേശ് കർത്ത. അതുപോലെ തന്നെ പ്രൊഫസർ ബാലുജി വെള്ളിത്തര, വൈസ് ചെയർമാൻ ലവ്ജിൻ, കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, മോഹൻദാസ് അമ്പലാത്തിൽ തുടങ്ങിയ നേതാക്കളാണ്. മറ്റു നേതാക്കളും നിങ്ങൾ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ്. ഇതിനോടൊപ്പം എൻ്റെ പുറകിലിരിക്കുന്നത് നിങ്ങൾക്കറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മോഹൻദാസും ഹംസ പുറക്കാട്ടും, അഡ്വക്കേറ്റ് മനോജ് കുമാർ, അഡ്വക്കേറ്റ് മനോജ് കുമാർ പറഞ്ഞത് ആദ്യമായിട്ട് തെറ്റുകയാണ്, മറ്റു ഭാരവാഹികളുമാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സജി നിങ്ങളോട് വിശദീകരിക്കും. നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തോടൊപ്പം നടക്കുന്ന ഏറ്റവും വലിയ കൊലയാണ് മയക്കുമരുന്ന്. കഴിഞ്ഞ 1-2 മാസങ്ങളിലുണ്ടായ കൊലപാതകങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയനെയും കുടുംബത്തെയും വല്യപ്പാനെയും വല്യമ്മാനെയും ഉമ്മാനെയും കൊല ചെയ്യാനുള്ള മരണത്തിന്റെ ഘട്ടത്തിലിരിക്കുന്ന 5 പേരെ നമുക്ക് ആർക്കും ചിന്തിക്കാനോ കണക്കാക്കാനോ കഴിയാത്ത വിധമുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്.